ദയവ് ചെയ്ത് ഗർഭിണികളും ഹൃദയരോഗികളും ഇത് കാണരുത്. ഇത് കല്യാണത്തിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആരോ ഇവളെ നന്നായിട്ട് തേച്ചിക്കണേ, ഇവളാരോ നന്നായിട്ട് പാവയുടെ ചെക്കിങ് പ്രതീക്ഷ കൊടുത്തിട്ട് മഞ്ഞ പല്ലൊക്കെ ഇതിൽ ഭയങ്കര വെളുത്തിട്ടാണല്ലോ. ഇവരെ ആ കാലഘട്ടത്തിലുള്ള വീഡിയോസ് എങ്ങനെയാണെന്നറിയാം, ഫസ്റ്റ് ഇങ്ങനെ ഡയലോഗ് പറയും, എന്നിട്ട് അത് കഴിഞ്ഞ ഡയലോഗ് കഴിഞ്ഞ ശേഷം മ്യൂസിക് വരുമ്പോ ഇങ്ങനെ അത് നിർത്താൻ നോക്കി ഇങ്ങനെ. ആഹാ, മലയാള സിനിമ രക്ഷപ്പെട്ട്. പണ്ടേ ഇങ്ങനെ തന്നെ ഒരു കോഴിയായിരുന്നു, മനസ്സിലായില്ലേ? ഏതാ ആക്ടിങ് ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. കല്യാണം ആപ്പിട്ടൊക്കെ അർച്ചി കേൾക്കണില്ലേ, പെണ്ണ് കിട്ടൂലെന്ന് അറിയാം. ഹലോ, അസ്സലാമു അലൈക്കും. പേടിപ്പിക്കേ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാ. ഇന്നത്തെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും പണ്ട് ചെറിയൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ അഭിനയിക്കുക. പണ്ട് ഡബ് സ്മാഷ്, മ്യൂസിക്കലി, ടിക്ടോക്കിനേക്കാളും മുന്നേ, ടിക്ടോക്ക് വരണേക്കാൾ മുമ്പേ മ്യൂസിക്കലി, ഡബ് സ്മാഷ്, പോസ്റ്റ് അങ്ങനെ എന്താ പറയുക, കുറച്ച് ആപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പണ്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത സംഭവങ്ങൾ, പണ്ട് പോസ്റ്റ് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഇപ്പം അടുത്ത് ഞങ്ങൾ കാണാൻ ഇടയായി. അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. എൻ്റെ പല വീഡിയോസും ഇവള് കണ്ടിട്ടില്ല. ഇവളെ കുറെ വീഡിയോസ് ഞാനും കണ്ടിട്ടില്ല. ഇവളെ ഫോണിൽ ഇവളെ പഴയ പണ്ട് ചെയ്ത ഡബ് സ്മാഷ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഫോണിലും ഞാൻ അർച്ചീവ് ചെയ്തിട്ട, അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് സേവ് ചെയ്തിട്ട കുറച്ച് ഞാൻ അഭിനയിച്ച വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? എൻ്റെ എന്തായാലും ഒരു എൻ്റെ എന്തായാലും ഒരു 10 വർഷം മുന്നുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെത്. ഇവളത് പിന്നെ ഒരു 5 വർഷം ആയിട്ടുള്ള. 10 വർഷം മുന്നുള്ള എൻ്റെ വീഡിയോസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 10 വർഷം മുന്നുള്ള അജിക്കന്റെ വീഡിയോസ് ഞാൻ റോസ്റ്റ് ചെയ്യും. 5 വർഷം മുന്നുള്ള എൻ്റെ വീഡിയോസ് അജിക്ക. ദയവ് ചെയ്ത് ഗർഭിണികളും ഹൃദയരോഗികളും ഇത് കാണരുത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഫസിന്റെ വീഡിയോസ് ഒന്ന് തുടങ്ങാം. സോ നമുക്ക് ഫസ്റ്റ് എൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഫസിന്റെ വീഡിയോസ് നമുക്ക് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഇത് ഒരുപാടുണ്ടല്ലോ. അനക്ക് ഇതന്നെ ആയിരുന്നു പണി. ഇത് കൊറേ ഉണ്ട് കേട്ടാ. കണ്ടോ ഇവൾക്ക് ഇതന്നെ തോന്നുവാണ്. എനിക്ക് എന്റെ എത്ര ഒന്നും ഇല്ല കേട്ടാ. നമുക്ക് ഒരെണ്ണം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോ. ഇതെന്തത് കൊറേ ഉണ്ടല്ലോ. ഇതാ പ്ലേ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതേതാ വീഡിയോ? പൊളിയല്ലേ? ഇത് കല്യാണത്തിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ രസല്ലേ ഞങ്ങള് പറയ? അല്ല രസല്ലേ? ആ ആക്ടിങ് ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിരിക്കണേ. ഇതിന്റെ സെയിം സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ട സേഫ്റ്റി പിൻ വരെ ഫാഷനാ. സേഫ്റ്റി പിൻ വരെ കുത്തിക്കിടും.
ദാരിദ്ര്യമാണെങ്കിലും ഇതിനൊറ്റ ഒട്ടും കുറവില്ലല്ലേ. എന്തിന് സേഫ്റ്റി പിന്നെ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ടാണ് ഡ്രസ്സ് വെച്ചിരിക്കണേ. ഈ ഉള്ളിലുള്ള ആളെ എനിക്ക് തന്ന ഇയാൾ എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ എനിക്ക് തിരിച്ചു തന്നാ മതി. ഇത്ര അടിപൊളിയായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഇതൊക്കെ എങ്ങനെ ട്രോൾ ചെയ്യാൻ പറ്റും? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഗർഭിണികളും ഹൃദയരോഗികളും ഈ വീഡിയോ കാണരുത്. പെറ്റ തള്ള സഹിക്കൂല. എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കാം. ഓക്കെ അല്ലേ? അതെ, നീ എന്തുകൊണ്ടാ എന്നെ സ്നേഹിച്ചത്? ഏതാടി വേ പറയപ്പോ ആ വീട്ടിൽ വന്ന് ചോദിച്ചാ മതി. ആരോ ഇവളെ നന്നായിട്ട് തേച്ചിക്കിട. ഇവളാരോ നന്നായിട്ട് പാവാടെ ചെക്കെങ്കിൽ പ്രതീക്ഷ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിച്ചില്ലേ? അങ്ങനെ പോയാ മതിയായിരുന്നു. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം. ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ചിട്ട് ഫിൽറ്റർ ഇട്ടിട്ട് പല്ലൊക്കെ മഞ്ഞ പല്ലൊക്കെ ഇതിൽ ഭയങ്കര വെളുത്തിട്ടാണല്ലോ. അതെ, ഫിൽറ്റർ അന്നൊക്കെ നല്ല ലുക്ക് ആയിരുന്നേ. വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മളെ കുറിച്ചുള്ള പാട്ട് പാടി. ഏത് വെളുത്ത പെണ്ണ്? അഞ്ച് വെളുത്തിട്ടാ വെളുപ്പോണ പാക്കോ. അപ്പൊ വെളുത്ത പെണ്ണുങ്ങളെ പറ്റി ഞാൻ എന്ത് പാടും? നിങ്ങൾ പാട്ടിനുണ്ടെങ്കിൽ പാടാ. വെളുത്ത പെണ്ണേ മനസ്സിലൻ. ഇത്രേ ഉള്ളൂ. ചുണ്ട് ഇങ്ങനെയാണ്, ചുണ്ടിങ്ങനെ. ഞാനും വലിയ ആലോ ഇതൊന്നും ഉണ്ടല്ല, ഇഷ്ടമുള്ളതുകൊണ്ടാ. അത് ഫ്ലഫി ചുണ്ടാണ്. ഫ്ലഫി ചുണ്ട്. ഇവരെ ആ കാലഘട്ടത്തിലുള്ള വീഡിയോസ് എങ്ങനെയാണെന്നറിയാം. ഫസ്റ്റ് ഇങ്ങനെ ഡയലോഗ് പറയും, എന്നിട്ട് അത് ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം മ്യൂസിക് വരുമ്പോ ഇങ്ങനെ ആ ചിരി ഇങ്ങനെ സ്ലോ മോഷനിൽ. നിന്റെ ഒപ്പം കൂടിയിട്ടോ തോന്നുന്നു ഇവള് നന്നായിക്കണത്. എന്താ അതോടെ ഇപ്പൊ ഫുള്ള് സ്ലോ മോഷൻ ഇല്ല. ഇപ്പം കൂടിയിട്ടാണ് ഇവളെ നന്നായിട്ടുള്ളത്. നിന്റെ ഒപ്പം കൂടി ഇപ്പൊ ഫിൽറ്റർ ഇടാതെ ഇവള് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പഠിച്ചു. പിന്നെ ജന്മനാ സൗന്ദര്യം ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നല്ല, ഭർത്താവിന്റെ ആ വെളിച്ചം, കാരുണ്യത്തിന്റെ ബർക്കത്തിന്റെ വെളിച്ചം നിന്നെ മോത്തടിക്കാണ്. എന്തത് ബാറ്റാ മോത്തടിക്കാന്? ഇങ്ങനൊക്കെ ഇത് എവിടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ നന്നായി. ഈ കൊറേ ആൾക്കാരെ രക്ഷിച്ച് ഇത് എവിടെ പോസ്റ്റ് ചെയ്യാത്തോണ്ട്. വേറെ വീഡിയോ പോവാ. കല അറിയാത്ത ആൾക്കാരൊക്കെ കല്യാണം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആക്ടിങ് ആ കണ്ണൊക്കെ പോണണ്ടില്ലേ? കലനെ ഇവള് കൊന്ന് ഔട്ടായില്ലേ? ഔട്ടായത് ആയി കൊടുത്താണ്. ഓ പിന്നെ എന്തിനു? അത് കടല ബാറ്റിംഗ് മര്യാദക്ക് കാണുന്നില്ല. ആരെ ക്യാമറമാൻ മര്യാദക്ക് കാണുന്നില്ല. എന്ത്? കടല തൊണ്ട കുടുങ്ങിയ നിർത്തം നോക്ക് ഗൈസ്. ആ നിർത്തം നോക്ക്. ഇങ്ങനെ ഇങ്ങളത് വരാണ്ടല്ലോ മോനെ. ഇത് സ്ക്രീൻഷോട്ട് അടിക്കട്ടെ, സ്റ്റിക്കർ ആക്കാം. ഇതൊക്കെ ഞാൻ തന്നെ ഫേസ് അനുകരിക്കട്ടെ. ഇങ്ങളത് വരാണ്ടല്ലോ. ശരിയാക്കി തരാ. വേറൊരു വീഡിയോ കാണിച്ചു തരട്ടാ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇവള് മുണ്ടൊക്കെ മടക്കി കുത്തി നിൽക്കുന്നു. നോക്കിയൊക്കെ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം 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 സത്യം. താങ്കളുടെ പേരെന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാന് 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ തരാന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ സംഭവിച്ചു. പിന്നെ പറഞ്ഞു മംഗളഭാന് തോക്കാണെങ്കിൽ 10,000 തരാൻ പറ്റുമെന്ന് പറഞ്ഞു. താങ്കളുടെ പേരെന്താണ്? മംഗളഭാനു, മിസ്റ്റർ മംഗളഭാനു. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ഏത്? ഇല്ല. മംഗളഭാനു ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ആ പരിചയമില്ല.
നിന്റെ ഭാര്യയല്ലേ? ഇത് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ ഇതിന്? അയ്യോ, എന്റെ മംഗള ഭാര്യ ഇത് കോടതിയുടെ രീതികളാണ് ഉള്ളത്. പറ. അറിയാം. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. ഓളെ കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലായോ? ഇത് എത്ര ക്ലാസ്സിലാ? 10ാം ക്ലാസ് 9ാം ക്ലാസ്സിലാ? 10 9 തോന്നുന്നുണ്ട്. അയ്യോ കഴിവ്. ഇത് അന്നേ സിനിമയിലെത്തേണ്ട ആളായിരുന്നു. ആഹാ, മലയാള സിനിമ രക്ഷപ്പെട്ട്. ഇനി വേറെ സാധനം ഉണ്ട്. ഇനി ഞാനും എന്റെ അനിയത്തിയും കൂടെ ഉള്ള കാണിച്ചേരാ. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ടക്കാരനാ? ദേഹത്ത് എണ്ണയായിരുന്നു ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോകുന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ? അതെങ്ങനെ മനസ്സിലായി മോനെ? കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. കലണ്ടർ നോക്കതൊക്കെ പറയും. അവൾക്ക് മനസ്സിലായി ഇവള് ആ വർഗത്തിൽ പെട്ടാണ്. ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു, കണ്ടില്ലേ? ഇതിനൊക്കെ ഇന്റെ വീഡിയോസ് ആട്ടാ. ആ, അതാണ് ഇനി വരാൻ പോകുന്നത്. എടുക്കെടുക്ക് സുഗുണന്റെ ഭാര്യയുടെ കമ്മൽ എടുക്കെടുക്ക്. അതൊക്കെ ആ കാലത്ത് ഹിറ്റ് ആയിരുന്നു. കാണാനായി. ഞാൻ ഇവളെ പോലെ പാട്ട് പാടിയിട്ട് കൊലുസു കെത്തിയ സുവർണ അതൊന്നും ഇന്നെ കിട്ടൂല. ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ഡയലോഗ്. അതാണ് സ്റ്റാൻഡേർഡ് കണ്ട് നിങ്ങൾ ഞെട്ടോ. നിങ്ങൾ കണ്ടിട്ട് പറയാ ആരാണ് നന്നായിട്ട്. നീ കണ്ടിട്ട് പറയട്ടോ, ഞാനാണോ അജിക്കാണോ ബെറ്റർന്ന്. നമുക്ക് കാണാട്ടാ. നിങ്ങൾ കമന്റ് ചെയ്യണം ആര് അഭിനയ നല്ലത്. ഇവളെ മറ്റേ പാട്ട് ഇട്ടിട്ടുള്ള ഡയലോഗ് ആ കളിയല്ലത്. ഇത് ഹൈ ലെവൽ കളിയാ. എടുക്കട്ടെ ട്ടോ. പഴയ കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഒരു യോജിപ്പ് എനിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പുളിശ്ശേരി കുലുങ്ങി ചിരിക്കുന്നുണ്ട്, എനിക്ക് കാണാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ സുഗുണന്റെ ഭാര്യയുടെ കമ്മലും ജിമിക്കും അല്ലേ മോഷണം പോയത്? ഞാൻ കണ്ടിട്ടുണ്ട് ജിമിക്കും കമ്മലും ഇട്ടുണ്ട് സുഗുണന്റെ ഭാര്യ വാളാൻ ചന്തയുടെ ആ ഇടവഴി കൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കണ്ടോണ്ട് നിന്നിട്ട് ഞാനൊന്ന് പറയട്ടെ, എനിക്ക് നിക്ക് എന്ത് സുഗുണന്റെ ഭാര്യ പറഞ്ഞപ്പോ തനിക്ക് ചൊറിയ ആരാണ് യഥാർത്ഥ കുറ്റവാളി? ചന്ദ്യാൻ ആദ്യം ബാവുണ്ടെന്ന് പറഞ്ഞോട്ടെ, പിന്നെ ചന്തിട്ടാട്ടി എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. മധു എന്റെ പേര് ചന്തിയാട്ടി എന്നല്ല, ചന്ദ്യാട്ട്, ചന്ദ്രകല. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സുഗുണന്റെ ഭാര്യ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി 10:30 മണിക്ക്, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, പങ്കജാക്ഷി അമ്മയുടെ ചരമവാർഷികമാണ്. അതായത് മക്കളെ, നിങ്ങൾ പഠിച്ച് പരീക്ഷയിൽ തോൽക്കണം, അല്ലെ ജയിക്കരുത്. ഇതൊക്കെ വേണം. ഞാൻ ജീവിക്കരുത്. ഉത്തരം തരാൻ പാടില്ല അതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. പാവാണ്, ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. പണ്ടേ ഇങ്ങനെ തന്നെ ഒരു കോഴിയായിരുന്നു. മനസ്സിലായില്ലേ? നീ കാണിച്ചു തരാൻ ബാക്കി. നമസ്കാരം. ഞങ്ങൾ ചതിയൻകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. പാവാണ്, അറിയില്ല. മരണം നടന്ന വീട്. ആക്ടിങ് ഇത്രയും വൃത്തികേടായിട്ട് ആരും അഭിനയിച്ചിട്ടുണ്ടാവും. കാണുന്നവര് പറയട്ടെ. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യണേ. ഞാനാണോ അജിക്കാടെ പറ്റും കമന്റ് ചെയ്യട്ടോ. തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ജഗന്നാഥ് നീ മണ്ണ് വിട്ടു. ഞാനാ ഗോപം ഗുണ്ട. ഇത് ശരിക്കും രസം കേട്ടോ, ഇത് ശരിക്കും രസണ്ടേ. താങ്ക് യു. നിങ്ങൾ പറയട്ടെ രസം ഉണ്ടാന്ന്. എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല. അതാരെ കൈയാജിക്ക കണ്ണ്, എന്റെ കണ്ണ് വരെ അഭിനയിക്കണ്ട് അല്ലേ? ഇതുവരെ പറ്റുമോ? സഹിച്ചല്ലേ പറ്റൂ. അത് നാനാ. ഇത് കറക്റ്റ്. നിങ്ങളെന്റെ ശരിക്കുള്ള
നീ ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ശരിക്കും അത് ഞങ്ങള് കോളേജിന്റെ ലാസ്റ്റ് ഡേ എന്താണ് മറ്റേ ഹോളി സെലിബ്രേഷൻ പോലത്തെ ഇതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും കളറിലും ആ ചളി കുളിച്ച് നിൽക്കല. അപ്പൊ തിളക്കത്തിലൊരു സീൻ ഉണ്ടല്ലോ, ജീപ്പിൽ നിന്ന് ഇവര് ആ ചളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ എണ്ണപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇത് പൊളിക്കാനുള്ള സമയം എടുക്കണ്ട. ഇനിയുമുണ്ട് ഗേസ്. ഇനി ഫസി ഇതുവരെ കാണാത്ത ഞാൻ എന്റെ അക്കൗണ്ടിൽ കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഞങ്ങൾ അർച്ചീവ് ചെയ്ത് വെച്ച എന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. പെണ്ണ് കിട്ടൂലെന്നറിയാം, അതുകൊണ്ട് നേരത്തെ അർച്ചീവ് ചെയ്തിക്കണ്. ഇവിടെ കുറേ അർച്ചീവ് ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്കന്ന് വരക്കണ ഭ്രാന്ത് ഉണ്ടായിരുന്നു കണ്ടോ. എനിക്കന്ന് വരക്കണ ഭ്രാന്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊക്കെ അർച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സദ്ദാം ഹുസൈൻ, പ്രണവ് മോഹൻലാൽ, എനിക്കന്ന് വരക്കണ ഭ്രാന്ത് ഒരുപാടുണ്ടായിരുന്നു. സോ ഞാൻ കുറേ ചിത്രം വരച്ച് ജഗദീഷ് കണ്ടോ, ഞാനൊന്ന് ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്തു, ഒക്കെ അർച്ചീവ്. എൻ്റെ അക്കൗണ്ടിൽ ഫുള്ള് ഞാൻ വരച്ച ചിത്രങ്ങളായിരുന്നു. ഒക്കെ ഞാൻ അർച്ചീവ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോസിലേക്ക് എവിടെ ഇതില്ലേ ഓരോ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യട്ടാ. നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാ. ക്ഷമയില്ലായ്മ കാണിക്കുമ്പോഴാ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക. നീ മാത്രമേ അത് പറയൂ. ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റുമോ? എന്റെ ദേവി, ഞാൻ വന്ന സാരോപദേശം കേൾക്കാനല്ല. 2018 നിന്നെ കാണുമ്പോഴെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഞാനെന്താ തെമ്മാടിയ പോക്കിനെ പറ്റാണോ? അതുകൊണ്ടല്ല ചെയ്തോട്ടാ. ദേവി, ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ. നീ ഒരു ടീച്ചറെ പോലെ സംസാരിക്കാതെ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. ഒരു വലിയ ചട്ടമ്പിയെ അടിച്ചു വീഴ്ത്തിയ അഹങ്കാരമല്ല എന്റെ മനസ്സിൽ. അതിനുള്ള ധീരത എനിക്കില്ല. സംഭവിച്ചു പോയി. വേറൊന്നുണ്ട്. ഞാൻ ഡബിൾ റോള്, നേരത്തെ ട്രിപ്പിൾ റോൾ അല്ലായിരുന്നു, അപ്പൊ ഡബിൾ റോള് വന്നു കേട്ടോ. നമസ്കാരം. എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് തന്നെ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം ഏക്കാനിൽ മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പരിചയം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? ഇതാണ് ഞാനൊരു ഏതോ പെണ്ണ് അതാന്ന് ഈ പെൺകുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കട്ടോ. ഏതായത് പെൺകുട്ടിന്ന് നമുക്ക് അറിയില്ല. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും അഭിനയം നോക്കി മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ കണ്ണൊക്കെ അഭിനയിക്കും. വേറെ ഞാൻ ടെററൊക്കെയായിരുന്നു, ടെററായിട്ട് വന്നുണ്ട്. ആ ഒരു ദേഷ്യം കണ്ടപ്പോ എനിക്കും കൂടെ അങ്ങോട്ട് അടുത്തൊന്നുണ്ട്. സോമൻ കാട്ടി ഒരു നിലക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാമോ? ഏതാ പിക്ചർ? സോമൻ മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമൻ പിള്ളക്ക് ചെരക്കാൻ. ഇത് മോഹൻലാൽ കാണണ്ടോ? അത്രേ ഉള്ളൂ ഗൈസ്.
ഓ ധാരാളം, ഇനി വേണ്ട. എനിക്കത്ര പ്രാന്ത ഉണ്ടായിരുന്നുള്ള ഗൈസ്. മോഹൻലാല് വെച്ചാ പ്രാന്ത്. യെസ്. നിങ്ങളിപ്പോ കണ്ടതിൽ ഒരു കൂടുതൽ വീഡിയോസ് മോഹൻലാലിന്റെ അല്ലേ? അതാണ്. എന്താ ചെയ്യാ. അപ്പോ ഇതാണ് ഞങ്ങളെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അതായത് ഇനി കൊറേ ഉണ്ട്. ഫസിന്റെ കേസിൽ വരികയാണെങ്കിൽ ഫസി പാട്ടിട്ടിട്ട് അഭിനയിച്ച ഒരുപാട് ഇതുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുള്ളതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പഴയ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഡാറ്റാസിലുള്ള ഒരു കൊറേ ഉണ്ടായിരുന്നു. ഇതില് ഞാൻ കുറച്ച് എൻ്റെ ഫോണിൽ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറവായിരുന്നു. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കുറേയൊക്കെ. ഫസ്റ്റിൻ്റെ ആണ് പെറ്റ തള്ള സൈക്കൂല. നിങ്ങൾ പറയും രസല്ലേ? എന്റേതാണ് പോയി ഒറിജിനാലിറ്റി എന്റേതല്ലേ. ഇവള് ഫിൽറ്റർ ഇട്ടിട്ടാണ്. ഞാൻ ഫിൽറ്റർ അങ്ങനെ യൂസ് ചെയ്തില്ല. അന്ന് ഫിൽറ്റർ ഇല്ല. ഞങ്ങൾ വന്നപ്പോഴേ ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്ക് ഒക്കെ നല്ല അപ്ഡേറ്റഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ഫിൽറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ കലകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. ആരെ അഭിനയ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ പറയാ. രാജിക്കാൻ തന്നെ ആയിരിക്കും പറയാ. എന്റെ ഫുള്ള് പാട്ട് അങ്ങനെയൊക്കെ അല്ല. പണ്ട് ഞാനൊരു നടനായിരുന്നു. യേശുദാസിന്റെ അല്ല, യേശുദാസ് അല്ലല്ലോ. അത്ര കണ്ടില്ലേ, അത്രക്ക് ബുദ്ധിയില്ല. ഇതിനെങ്ങനെ ഞാൻ സഹിക്കണു അല്ലേ? നിങ്ങൾ ചിന്തിക്കണ്ട. മോഹൻലാലിന്റെ ഉദ്ദേശം കേട്ടോ. പെട്ടെന്ന് മോഹൻലാലും യേശുദാസും മാറപ്പോ എന്താ ഒരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാർ. അത് ഞാനേ പെട്ടെന്ന് മാറിപ്പോയതാ. അപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇതാണ്. എന്നും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പറ എന്തേലും. എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ ആലോചിച്ചിരിക്കാം. ഞാൻ കൊറേ സംസാരിച്ചില്ലേ? ഞാനാണ് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവള് പെട്ടെന്ന് മൈൻഡ് കട്ടാവുന്ന ഒരു രസമുണ്ട് കേട്ടോ. പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പൊ ഞാൻ അതിങ്ങനെ ആലോചിക്കും. അങ്ങനത്തെ ഇതുപോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. പിന്നെ അപ്പോ ഇൻഷാ അല്ലാഹ് ഉറങ്ങട്ടെ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? സമയം 1:10. രാത്രി 1:10. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരെ ഞങ്ങൾ രണ്ടാളും. ഞങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഈ സപ്പോർട്ട് തുടർന്നുണ്ടാവുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയണ പോലെ തന്നെ എല്ലാം ചെയ്യാം എന്നും പറയണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.